ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഷാൻഡി ഡോക്ടറാണ്. യുവർ ഡെയിലി ഡോസ് ഓഫ് ഹോമിയോപ്പതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഉണ്ടാകുന്ന തുമ്മലിനെ കുറിച്ചും അതിനുള്ള ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത്. ആദ്യം തന്നെ എന്താണ് തുമ്മൽ എന്ന് നോക്കാം. നമ്മൾ ഈ ശ്വസിക്കുന്ന വായു മൂക്കിനുള്ളിലേക്ക് എത്തുമ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ മൂക്കിനുള്ളിലുള്ള ഈ രോമങ്ങൾ അതിനെ തടഞ്ഞു നിർത്തി ശരീരത്തിൽ നിന്ന് എക്സ്പെൽ ചെയ്യും. ഇനി ചില പാർട്ടിക്കിൾസ് ഒക്കെ ഇതിൽ മൂക്കിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ മൂക്കിൻ്റെ സർഫസിനെ ലൈൻ ചെയ്തിരിക്കുന്ന മ്യൂക്കസ് മെംബ്രെയിൻസ് അത് മ്യൂക്കസ് സെക്രേറ്റ് ചെയ്യുകയും ഇവയെ കളക്ട് ചെയ്യുകയും ചെയ്യും. ഈ സമയം തന്നെ ബ്രെയിനിൻ്റെ സ്നീസിങ് സെൻറ്റർ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും ഇത് ശരീരത്തിൽ നിന്ന് പുറത്ത് കളയാനായിട്ടുള്ള ഒരു മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ലങ്സിൽ നിന്ന് ഒരു വലിയ ശക്തിയിലുള്ള ഒരു എയർ ഫ്ലോ വെളിയിലേക്ക് വിട്ടാണ് ഇത് സാധിക്കുന്നത്. ഇതിനായി മുഖം, തൊണ്ട, ചെസ്റ്റ് ഇവയിലെ മസിൽസ് ഒരുമിച്ച് ആക്ട് ചെയ്യുകയും വളരെ ശക്തിയുള്ള ഒരു എയർ എക്സ്പ്ലോഷൻ ലങ്സിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുകയും ഈ മൂക്കിനുള്ളിൽ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന ആ പാർട്ടിക്കിൾസ് അതിനെ ശരീരത്തിൽ നിന്ന് എക്സ്പെൽ ചെയ്ത് കളയുകയും ചെയ്യുന്നു. ഈ തെറിച്ചു പോകുന്ന പാർട്ടിക്കിൾസ് ഏകദേശം 8 മീറ്റർ ദൂരത്തായിരിക്കും പോയി വീഴുക. അന്തരീക്ഷത്തിൻ്റെ താപനിലയും ഈർപ്പവും ഈ പാർട്ടിക്കിൾസിൻ്റെ വലുപ്പവും ഒക്കെ അനുസരിച്ചായിരിക്കും അത് അന്തരീക്ഷത്തിൽ കൂടുതൽ നേരം നിൽക്കുന്നത്. വലിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സെറ്റിലായി താഴേക്ക് വീഴും. ചെറിയ പാർട്ടിക്കിൾസ് കുറച്ചുകൂടി നേരമൊക്കെ അന്തരീക്ഷത്തിൽ സെറ്റിലായി നിൽക്കും. ഇനി എപ്പോഴാണ് ഈ ശരീരത്തിൻ്റെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസമായിട്ടുള്ള തുമ്മൽ ഒരു രോഗമായി മാറുന്നത്? സാധാരണയായി നമുക്ക് തുമ്മലുണ്ടാക്കുന്ന പാർട്ടിക്കിൾസ് പൊടിക്കുള്ളിലുള്ള ഡസ്റ്റ് മൈറ്റ്സ്, പലതരം മണങ്ങൾ, പിന്നെ തണുപ്പ്, ചിലർക്ക് ചൂട്, ചിലർക്ക് സൺലൈറ്റ് കൊണ്ടാലും ചിലർക്ക് തുമ്മൽ വരാം. ഇവയോടൊക്കെ ശരീരം ഒരു നോർമലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആവറേജ് രീതിയിലായിരിക്കും ശരീരം റെസ്പോണ്ട് ചെയ്യുക. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ശരീരം ഓവർ റിയാക്ട് ചെയ്യും, ഹൈപ്പർ ആക്റ്റീവ് ആകും. ഈ അലർജൻസിനെതിരായി ശരീരം ഓവർ ആക്ട് ചെയ്യുമ്പോൾ ഈ തുമ്മൽ അനിയന്ത്രിതമായി കൂടുകയും അതൊരു ആ രോഗിയുടെ ദിനചര്യകളെ ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥ എത്തുമ്പോഴാണ് ഈ തുമ്മൽ ഒരു രോഗമായി മാറുന്നത്. ഈ തുമ്മലിനോടൊപ്പം തന്നെ ജലദോഷം ഉണ്ടാവുക, അതായത് മൂക്കുവാലുക, ചിലപ്പോൾ വെള്ളം പോലെ ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ കട്ടിയുള്ള കഫമായിരിക്കും വരിക, ചിലപ്പോൾ ലോങ് കണ്ടിന്യൂഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഇതിന് പഴുത്ത കഫവും ഒക്കെ വരാം. ചിലർക്കാണെങ്കിൽ പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ്, അതായത് വായിലോട്ടായിരിക്കും ഈ കഫം ചെല്ലുക. മൂക്ക് പാലിച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞ് മാറി ഒക്കെ കഴിയുമ്പോൾ മൂക്കടപ്പായിട്ടായിരിക്കും പിന്നെ ലക്ഷണങ്ങൾ വരിക. എങ്ങനെയായാലും രോഗിയുടെ ഒരു ദിവസത്തെ പല കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഈ തുമ്മൽ ചെന്നെത്തുകയാണെങ്കിൽ അതൊരു രോഗമായി തീരുകയും അതിന് ചികിത്സ ആവശ്യമാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഈ മൂക്ക് വാലുന്നയൊക്കെ അവസ്ഥയിൽ മൂക്കിനുള്ളിൽ യൂസ്നോഫിൽസിൻ്റെ അളവ് വളരെ കൂടുതലാവുകയും അത് ലോങ് കണ്ടിന്യൂഡ് ആയിട്ട് സംഭവിക്കുമ്പോൾ ഈ റെസ്പിറേറ്ററി ട്രാക്റ്റ്, ഈ തുമ്മലൊക്കെ ഉണ്ടാകുന്നതിന് അത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണെങ്കിലും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റായ ലങ്സിലേക്കുമൊക്കെ ഈ യോസ്നോഫിലിക് ഇൻഫിൽട്രേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അത് പിന്നീട് ആസ്മ എന്ന രീതിയിൽ എത്തിച്ചേരുകയും ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വളരെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു രോഗം തന്നെയാണ്. ഇപ്പോൾ പെറ്റ്സിനെയൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ പെറ്റ്സിനെ അവർ മുറിയിൽ കയറ്റാതിരിക്കുക, അല്ലെങ്കിൽ കട്ടിലിൽ കയറ്റി കിടത്താതിരിക്കുക. ഇതിൻ്റെയൊക്കെ ഡാൻഡേഴ്സ് ഇതൊക്കെ അലർജനായിട്ടുള്ള കാര്യങ്ങളാണ്. അവയുടെ ഡാൻഡേഴ്സിൽ രോമങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ജീവികളും ഒരു അലർജിക് കോസാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ മുറിക്കുള്ളിൽ കാർപ്പറ്റ്സ് വരിക്കുക, കിടക്കുന്ന മുറിക്കുള്ളിൽ കാർപ്പറ്റ്സ് വരിക്കാതിരിക്കുക. കാർപ്പറ്റ്സ് പൊടി, ഈർപ്പം, മൗൾഡ്, ഫംഗൽ ഗ്രോത്ത്സ് ഇവയുടെയൊക്കെ ഒരു കലവറയാണ് ഈ കാർപ്പറ്റ്സ്. നമ്മൾ വൃത്തിയാക്കാതെ ഇരിക്കും തോറും അത് ഇതിനൊക്കെയുള്ള ഒരു സാധ്യത, ഈ അലർജിക് ടെൻഡൻസീസ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കിടക്കുന്ന മുറികളിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഒരുപാട് വെക്കാതിരിക്കുക. ഇപ്പോൾ ചിലർക്ക് ചിലരുടെ സ്വഭാവം നമ്മൾ പഠിച്ച ബുക്കുകളൊക്കെ അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കുക. പിന്നെ കുറേ സാധനങ്ങൾ, കുറേ കളക്ഷൻസ് ഒക്കെ കാണും. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കും, പിന്നെ അത് പൊടിയൊക്കെ കയറി അങ്ങനെ തന്നെ ഇരിക്കും. എത്ര നാൾ വേണമെങ്കിലും അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ. ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ആയി ഉപയോഗിക്കാതിരിക്കുന്ന സാധനങ്ങൾ മുറിയിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം എയർ സർക്കുലേഷൻ കിട്ടുന്നത് പോലെ എല്ലാം അതിൻ്റെ പൊസിഷനിൽ നമ്മളെപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ മാത്രം മുറിയിൽ വെക്കുവാൻ ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും തന്നെ മുറി തൂക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എല്ലായിടവും വൃത്തിയായി തൂത്തും തുടച്ചും വയ്ക്കുക.
ബെഡ്ഷീറ്റ്, പില്ലോസ് ഇവയൊക്കെ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ തന്നെ എപ്പോഴും മാറ്റുവാൻ ശ്രമിക്കുക. തലയിൽ എണ്ണയൊക്കെ ഇരുന്ന് അത് കനച്ച് അതും ഒരു ഈർപ്പത്തിന് ഒരു കാരണമായി തീരാം. അതുപോലെ പില്ലോയിലൊക്കെ ഡസ്റ്റ് മൈറ്റ്സിൻ്റെയൊക്കെ ഒരു താമസ സ്ഥലമായിരിക്കും പില്ലോസ്. ഇടയ്ക്കിടയ്ക്ക് വെയിൽ കൊള്ളിക്കുന്നതൊക്കെ നന്നായിരിക്കും. ഈ കോവിഡ് കാലത്ത് ഒരുപാട് അലർജിക് റൈനൈറ്റിസ് പേഷ്യൻസ് അല്ലെങ്കിൽ തുമ്മലുള്ള അലർജി കാരണം തുമ്മലുള്ള പേഷ്യൻസ് ഒരുപാട് പറയുകയുണ്ടായി ഈ മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്ന്. അപ്പോൾ ഈ മാസ്ക് ഉപയോഗിക്കുന്നത് ഒരു തരത്തിൽ അനുഗ്രഹമായി തീർന്ന ഒരു സമയമാണിത്. കാരണം ഈ അലർജൻസിനോടുള്ള എക്സ്പോഷർ അത് പരമാവധി കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ കംപ്ലയിൻസ് പ്രശ്നമുള്ളവർ മുറി തൂക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഒരു മാസ്ക് ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മളിന്ന് പ്രത്യേകമായി പറയാൻ ശ്രമിക്കുന്നത് രാവിലെ ഉണർന്നെണീക്കുമ്പോഴുള്ള തുമ്മലിനെ പറ്റിയാണ്. ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണ് തുറക്കുമ്പോൾ തന്നെ തുമ്മൽ സ്റ്റാർട്ട് ചെയ്യാം. ചിലർക്ക് എഴുന്നേറ്റ് മുറിയിലൂടെ ഒന്ന് നടന്നു കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ചിലർക്ക് ചെന്ന് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തുമ്മൽ തുടങ്ങാം. അല്ലെങ്കിൽ ചിലർക്ക് വീടിന് വെളിയിൽ ഇറങ്ങുമ്പോഴായിരിക്കാം ഈ തുമ്മൽ തുടങ്ങുക. ഇത് അലർജിക് റൈനൈറ്റിസ് അല്ല, ഇത് വാസോമോട്ടോർ റൈനൈറ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ നോൺ അലർജിക് റൈനൈറ്റിസ്. അലർജി കാരണം അല്ലാത്ത തുമ്മൽ. ഇതിൻ്റെ കാരണമായി നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരത്തിന് നമ്മളറിയാതെ തന്നെ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന 2 സിസ്റ്റംസ് ഓഫ് നെർവ്സാണ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവ്സ്. നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ സിമ്പത്തറ്റിക് നെർവ്സ് ആയിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുക. നമ്മൾ ഉറങ്ങിക്കഴിക്കുമ്പോഴും നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് പാരാസിമ്പത്തറ്റിക് നെർവ്സ് ആയിരിക്കും സഹായിക്കുക, നെർവ് സിസ്റ്റം ആയിരിക്കും സഹായിക്കുക. നമ്മൾ ഉറക്കത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കൺട്രോൾ പാരാസിമ്പത്തറ്റിക് നെർവ്സ് ആണ് ചെയ്യുക. ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കൺട്രോൾ സിമ്പത്തറ്റിക് നെർവ്സിലും കൂടി ഏറ്റെടുക്കും. അപ്പോൾ ഈ സമയത്തുണ്ടാകുന്ന സിഗ്നൽ ട്രാഫിക്കിലുള്ള വ്യത്യാസമൊക്കെ കൊണ്ടാണ്, അതായത് അതുവരെയും മൂക്ക് ഡ്രൈ ആയിട്ടിരിക്കുകയായിരിക്കും. എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് അത് വാമപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴുണ്ടാകുന്ന ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ്, ഇതൊക്കെയും പിന്നെ ആ ബോഡിയുടെ ടെമ്പറേച്ചറും ഡിഫറെൻ്റ് ആണ്, എൻ്റർ ചെയ്യുന്ന എൻവയോൺമെൻറ്റും ഡിഫറെൻ്റ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഒരു തുമ്മലാണ് വാസോമോട്ടോർ റൈനൈറ്റിസ്. വാസോമോട്ടോർ റൈനൈറ്റിസിലും മ്യൂക്കസ് മെംബ്രെയിൻസ് ഒക്കെ ഇൻഫ്ലെയിംഡ് ആകും, മൂക്ക് വാർന്നുകൊണ്ടേയിരിക്കും. ചിലർക്ക് മൂക്ക് വാലിച്ച ഉണ്ടാവുകയുമില്ല. വായ്ക്കുള്ളിലേക്കായിരിക്കും ചിലർക്ക് ഡിസ്ചാർജ് ഉണ്ടാവുക. ഇതിനെല്ലാം ശേഷം മൂക്ക് അടപ്പുണ്ടാവുകയും ചെയ്യും, അതുവഴി ശ്വാസമുട്ടലുണ്ടാവുകയും ചെയ്യും. ഇതിന് ഒരുപാട് പ്രിക്കോഷണറി മെഷേഴ്സ് ഒന്നും പറഞ്ഞു തരാനില്ലെങ്കിലും മാസ്ക് ഉപയോഗിക്കുന്നത് ചിലരിലെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഈ രാവിലെ ഉണ്ടാകുന്ന തുമ്മലിൻ്റെ വാസോമോട്ടോർ റൈനൈറ്റിസിന് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ തുമ്മൽ അങ്ങ് തുടങ്ങുകയാണെങ്കിൽ മോസ്റ്റ്ലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് അമോണിയം കാർബ്, അതുപോലെ തന്നെ നക്സോമിക്ക. ഇവയൊക്കെയും ഉണർന്ന് എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ തുമ്മൽ തുടങ്ങുന്നത് കൊറൈസ എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്നുണ്ടാകുന്ന ഡിസ്ചാർജ്. ഇതിൽ അങ്ങ് തുടർന്നുകൊണ്ട് മൂക്കൊലിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിലും അമോണിയം കാർബ്, നക്സോമിക്ക തുടങ്ങിയ മെഡിസിൻസ് നൽകാവുന്നതാണ്. ഉണർന്നെണീറ്റ് ബാത്റൂമിലൊക്കെ പോയി മുഖം കഴുകുമ്പോഴാണ് തുമ്മൽ തുടങ്ങുന്നതെങ്കിലും അമോണിയം കാർബാണ് ഉപയോഗിക്കുക. എണീറ്റ ഉടനെ മിക്കവാറും നമ്മൾ രാവിലെ അടുക്കളയിലോട്ടൊക്കെ ആകും പോവുക. അടുക്കളയിൽ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ അടുപ്പ് കത്തിച്ച് ചൂടായിരിക്കുന്നതെന്ന് പറയാം. അല്ല, കൂടുതലായി കുക്ക് ചെയ്യുന്ന ആ ഒരു ചൂടായിട്ടിരിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോഴാണ് തുമ്മൽ തുടങ്ങുന്നതെങ്കിൽ അലിയം സെപ്പ എന്ന മെഡിസിൻ നൽകാവുന്നതാണ്. രാവിലെയുള്ള തുമ്മൽ തുടങ്ങിക്കഴിഞ്ഞാൽ മണം നഷ്ടപ്പെടുന്നത് പോലെ തോന്നുക, മൂക്കടയുക, അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന മൂക്കൊലിപ്പ്, ഇതിന് കോസ്റ്റിക്കമാണ് നൽകുക. തുമ്മലിനോടൊപ്പം മൂക്കിൻ്റെ ഉള്ളിൽ ഡ്രൈ ഫീലിങ്ങും എന്നാൽ മൂക്കടപ്പും തോന്നുകയാണെങ്കിലും അതോടൊപ്പം തലവേദനയും കൂടെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ബ്രയോണി എന്ന മെഡിസിനാണ് നൽകുക. തുമ്മലുണ്ടാകുന്ന സമയത്ത് മൂക്കിൻ്റെ തുമ്പത്ത് വേദനയുണ്ടാവുക, നീണ്ടു നിൽക്കുന്ന മൂക്കൊലിപ്പ്, മൂക്കിൻ്റെ ഉള്ളിൽ പുകച്ചിൽ അല്ലെങ്കിൽ തണുപ്പ്, ഇവയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ സിസ്റ്റസ് എന്ന മെഡിസിനാണ് നൽകുക. മൂക്ക് ചീറ്റുമ്പോഴാണ് തുമ്മലുണ്ടാകുന്നതെങ്കിൽ യൂപ്പിയോണിയം എന്ന മെഡിസിനാണ് ഹെൽപ്പ് ചെയ്യുക. രാവിലെ തന്നെ തുമ്മലും മൂക്കൊലിപ്പും, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മൂക്കിൻ്റെ ഉള്ളിലൊക്കെ വേദന എടുക്കുന്നത് പോലെയും തോന്നുന്നുണ്ടെങ്കിൽ ക്രിയോസോട്ടം എന്ന മെഡിസിനാണ് നൽകുക. തുടർച്ചയായുള്ള തുമ്മലിനൊപ്പം മൂക്കിൻ്റെ ഉള്ളിൽ ടിക്ലിംഗ് ആയിട്ടുള്ള, അതായത് ഇക്ലിയാക്കുന്നത് പോലെയുള്ള സെൻസേഷൻ തോന്നുകയും മൂക്കങ്ങ് ഒലിച്ചുകൊണ്ടേയിരിക്കുകയും ഇതോടൊപ്പം ടേസ്റ്റും സ്മെല്ലും പോവുകയും നഷ്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ പൾസാറ്റില എന്ന മെഡിസിനാണ് നൽകുക.
ഇതേപോലെ ധാരാളം മെഡിസിൻസ് രോഗിയുടെ പ്രസൻറ്റേഷൻ അനുസരിച്ച് ഹോമിയോപ്പതിയിൽ നൽകുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായി ഒരു ഹോമിയോപ്പതി ഡോക്ടറെ സമീപിക്കൂ. ഇത് നമ്മളിപ്പോൾ നോൺ അലർജിക് റൈനൈറ്റിസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അലർജിക്ക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഇല്ലാതെ വരുന്ന തുമ്മലിനെ പറ്റി. അപ്പോൾ ഇനി ഈ പ്രശ്നങ്ങളുള്ളവർ ധൈര്യമായി ഒരു ഹോമിയോപ്പതി ഡോക്ടറെ സമീപിച്ചോളൂ. പക്ഷേ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, രോഗിക്ക് തനിയെ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിക്കാവുന്ന ഒന്നല്ല ഹോമിയോപ്പതി മരുന്നുകൾ. ഈ മരുന്നുകളുടെ പേരറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു ഹോമിയോപ്പതി ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ഈ മരുന്നുകൾ കഴിക്കുവാൻ ശ്രമിക്കുക. അദ്ദേഹം എത്ര നാളാണോ ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നത് അത്രയും നാൾ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക വിഷയത്തെ പറ്റി അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നന്ദി.